നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4 മണിക്കൂറായി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹമായിരുന്നു എല്ലാ ചാനലുകളും തത്സമയം സംപ്രേഷണം ചെയ്തത്. രാവിലെ മുതലേ അതിനു മുന്നിൽ കൃത്യമായ വിവരങ്ങൾ അറിയാൻ നിരവധി ആളുകളാണ് ടിവിക്ക് മുന്നിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അവിടെ ഗുരുവായൂർ ക്ഷേത്രനടയിൽ നിരവധി അനേകം പേർ എത്തുകയും ചെയ്തിട്ടുണ്ട്. താരനിബിഡമായ ഒരു വിവാഹ ദിനം കൂടി തന്നെയായിരുന്നു. മാത്രമല്ല, എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അവരുടെ കുടുംബസമേതം എത്തിയിരുന്നുവെങ്കിലും എല്ലാവരും ഉറ്റുനോക്കിയത് പ്രധാനമന്ത്രിയെ മാത്രമായിരുന്നു. പ്രധാനമന്ത്രി മുഖ്യ കാർമ്മികന്റെ ഒരു റോളായിരുന്നു അദ്ദേഹം അവിടെ സ്വീകരിച്ചിരുന്നത്. ഭാഗ്യയും വധൂവരന്മാർ തൊട്ടു പിന്നാലെ തന്നെ പിന്നിലായിട്ട് ഈ ഭാഗ്യയ്ക്ക് തൊട്ടരികിലായിട്ട് സുരേഷ് ഗോപിയുടെ അരികിലായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരെല്ലാം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഈ റോള് കൃത്യമായി നിർവഹിക്കുകയായിരുന്നു. വധൂവരന്മാർക്ക് ഈ താലി എടുത്തു നൽകിയത്, മാല എടുത്തു നൽകി ആശംസകൾ നേർന്നതും പ്രധാനമന്ത്രി തന്നെയാണ്. ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്കാണ് അദ്ദേഹം അതിനുശേഷം മടങ്ങിയത്. സുരേഷ് ഗോപിയുടെ മകൾക്ക് വിവാഹ മംഗളങ്ങൾ നേരാൻ മോഹൻലാലും മമ്മൂട്ടിയും വൻ താരനിരയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് മോദി വിവാഹ ചടങ്ങിൽ സംബന്ധിച്ചത്. ഗുരുവായൂരപ്പന്റെ ധാരുശില്പം സമർപ്പിച്ചിട്ടുണ്ട്. താമര മൊട്ടുകൾ കൊണ്ട് തുലാഭാരവും നടത്തിയിട്ടുണ്ട്. കിഴക്കേ നട വഴി പ്രവേശിച്ച അദ്ദേഹം വിശേഷാൽ പൂജകളിൽ പങ്കെടുക്കുകയും ചെയ്തു. തുടർന്ന് പുറത്തെത്തിയ ശേഷമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ താലി കെട്ടിയ ശേഷം വധൂവരന്മാർ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും തേടിയിരുന്നു. ഗുരുവായൂരിൽ ആ സമയത്ത് വിവാഹിതരായിരുന്ന നിരവധി ആളുകളെ മോദി ആശംസകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കൊച്ചിയിലേക്ക് പുറപ്പെടും. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ രാവിലെ 6:31 അദ്ദേഹം യാത്ര തിരിച്ച് എത്തിയത്. കേരളത്തിലെ വേഷത്തിൽ തന്നെയാണ്, കേരളീയമായിട്ടുള്ള ഒരു വേഷത്തിൽ തന്നെയാണ് അദ്ദേഹം ഗുരുവായൂരിൽ എത്തിയത്. അമ്പലനടയിൽ ദർശനം നടത്തിയ ശേഷം വീണ്ടും അദ്ദേഹം വേഷം മാറിയാണ് പിന്നീട് ഈ കതിർ മണ്ഡപത്തിൽ എത്തിയത്. 4 കതിർ മണ്ഡപങ്ങളാണ് ഗുരുവായൂരുള്ളത്. അതിൽ 1ാമത്തെ കതിർ മണ്ഡപത്തിലാണ് മോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. തൊട്ടരികിൽ തന്നെയായി ഉണ്ടായിരുന്നു മോദിയും. നേരത്തെ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് കല്യാണ മണ്ഡപത്തിൽ എത്തിയിരുന്നു. സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ചേർന്നാണ് മകളെ മണ്ഡപത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത്. പ്രധാനമന്ത്രി എത്തിയ ശേഷമാണ് വിവാഹം നടന്നത്. ഭാഗ്യ സുരേഷ് ഗോപിയുടെ വിവാഹത്തിന് താരങ്ങൾ അടക്കമുള്ളവർ നിരവധി പേർ എത്തിയിരുന്നു. മലയാള സിനിമ അടുത്തിടെ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ താരവിവാഹം കൂടിയായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. വിവാഹത്തിലെ തലേന്ന് തന്നെ മലയാള സിനിമയുടെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാലും ഗുരുവായൂരിൽ എത്തിച്ചേർന്നിരുന്നു. ദിലീപ, ബിജു മേനോൻ, ജയറാം, അതുപോലെ തന്നെ ഖുഷ്ബു, ഷാജി കൈലാസ്, ജയറാം, പാർവതി, രചന നാരായണൻകുട്ടി, സരയു, ഹരിഹരൻ തുടങ്ങിയ നിരവധി പേർ, ഷാജി കൈലാസ് അവരുടെ ഒരു കുടുംബ സംഘം, അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഇനി 20-ാം തീയതിയാണ് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കുമായി 20-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് റിസപ്ഷൻ ഒരുക്കിയിരിക്കുന്നത്.